ഹലോ നമസ്കാരം. ഇച്ചു കിച്ചൻസ് ആൻഡ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറി നോക്കിയാലോ. അതെ, ഇന്ന് നമ്മളൊരു ചെറിയൊരു കടലക്കറിയാണ്, ഒരു തട്ടുകൂട്ട് കടലക്കറി. കാരണം തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു സിമ്പിൾ കടലക്കറി. കാരണം നമ്മൾ ഗൾഫിലുള്ള രാജ്യങ്ങളിലുള്ളവർക്കൊന്നും ചിലപ്പോൾ തേങ്ങ കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ നമുക്ക് അവർക്കും കടലക്കറി കൂട്ടണ്ടേ. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഒരു കടലക്കറി, തേങ്ങ ഒന്നും വറുത്തരച്ച് ചേർക്കാത്തത്, പച്ചരച്ച് ചേർക്കാത്ത ഒരു സിമ്പിൾ കടലക്കറി നമുക്ക് നോക്കിയാലോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കി എന്തൊക്കെ വേണമെന്ന് നോക്കാം നമുക്ക്. പ്രധാനമായും കടല വേണം. അത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. അതൊരു 6 വിസിലടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്. കാരണം അത് ഞാൻ വേവിക്കണം ഞാൻ കാണിച്ചിട്ടില്ല, മുമ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. 2 സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി, ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പിൻ്റെ ഇല. ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇച്ചു കുറച്ച് വികൃതിയാണ്. ഇച്ചു ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും അരിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവന് കത്തി കൊണ്ട് അരിയും വേണം. അവന് സവോള കണ്ടൊരു സവോള പ്രാന്തനാണ്. സവോള, ചുവന്നുള്ളിയൊക്കെ, അപ്പോൾ അതൊക്കെ അവന് കഴിക്കും വേണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവില്ല. അവ എത്ര വേണമെങ്കിലും സവോള ഇരുന്ന് കഴിക്കും നടന്നിട്ട്. ബാക്കി കളയും ചെയ്യും, ഒന്നിനും സമ്മതിക്കില്ല, ഒക്കെ അലമ്പറ. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ വേഗം അരിഞ്ഞു വെച്ചു. പിന്നെ മുളകും പൊടി, മല്ലിപ്പൊടിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, മുളകും പൊടി ഞങ്ങൾ കുറച്ച് കൂടുതൽ ചേർക്കണതാണ്. എന്നാലും ഞങ്ങൾ എന്നും ചേർക്കണ അത്ര ചേർത്തിട്ടില്ല കേട്ടോ. 2.25 ടീസ്പൂണ് മുളകും പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂണ്. പിന്നെ ഇറച്ചി മസാലയുടെ, ഗരം മസാലയുടെയും പൊടി ആവശ്യത്തിന്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഞാനിതിൽ കാണിക്കുന്നില്ല, നമ്മൾ കൈകൊണ്ട് ആവശ്യത്തിന് ഇടുക ചെയ്യണത്. പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടില്ല. പിന്നെ നമ്മുടെ കടല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ സവോള ചേർക്കുകയാണ്. ആദ്യം നമ്മൾ സവോള ചേർത്തു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത് ചേർത്തു. പച്ചമുളക് ഇടുകയാണ്. പച്ചമുളക് ഇട്ട് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം സവോള വാടി കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പിടുക, ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ്, എന്നാലും നമ്മൾ പറയണമെന്ന് മാത്രം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വാട്ടുക. വാടി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും തക്കാളി ഇടുക. നമ്മൾ ഫസ്റ്റ് ഇടുകയാണ്. സവോളൊക്കെ വാടിനേക്കാളും മുമ്പ് തന്നെ തക്കാളി ഇടുകയാണ്. അപ്പോൾ അത് തക്കാളി അതിൽ പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് സവോള വാടുന്നതിൻ്റെ ഒപ്പം തന്നെ തക്കാളി നല്ല പേസ്റ്റായി കിട്ടും. അങ്ങനെ തക്കാളി ഇട്ട് നന്നായി വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊടികളെല്ലാതും കൂടിയിട്ടാണ് ഇടാം. കാരണം മൊബൈൽ പിടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത്. ചൂനായിട്ട് അമ്മ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ പിടിച്ച് ചെയ്യണം. അപ്പോൾ ഒക്കെ കൂടി ഒരുമിച്ച് ഇതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എല്ലാ മുളകും പൊടി, മല്ലിപ്പൊടിയും, ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് നമ്മളിതിൽ ചേർക്കുകയാണ്. ചേർത്തിട്ട് നന്നായി മൂക്കണ വരെ, നമുക്ക് ചുമയൊക്കെ വരും കേട്ടോ. എന്നിട്ട് നന്നായി മൂക്കണ വരെ ഇളക്കുക. വെളിച്ചെണ്ണ പോരെങ്കിൽ, അടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. നന്നായി മൂപ്പത്തെണ്ണ വരെ ഇളക്കിയിട്ട്, മറ്റേ സിനിമയിൽ പറയണ കറൂറ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി നന്നായി മൂപ്പെത്തിയെന്ന് തോന്നിയാൽ നമുക്ക് ഈ കടല ഇതിലേക്കാണ്ട് ചെയ്യാം. വെള്ളത്തുടക്കനെ, കടല വേവിച്ച വെള്ളത്തുടക്കനെ തന്നെ അങ്ങോട്ട് ഇടുകയാണ്. നന്നായി മൂക്കുണ്ട് മുളക്. നമുക്ക് കടല വേവിച്ചിട്ടത് ശരിയാ. ഇത് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കത്
കടലയിലെല്ലാം മസാലയും പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഏകദേശം ആയിരിക്കുന്നു. ഏകദേശമല്ല, ആയിക്കഴിഞ്ഞു. ചാറധികം വറ്റിക്കണം. ഇതാ നമ്മുടെ രുചികരമായ കടലക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി പുട്ടുമായി ഒരു പിടുത്തം പിടിച്ചോക്കാം. നോക്കാം. നമുക്ക് അച്ചുവിനെ കൊണ്ട്, ഞങ്ങളുടെ എൻ്റെ ഏട്ടൻ്റെ മകൻ, അയൽവാസിയും ഒക്കെ കൂടിയ നമ്മുടെ ഇച്ചുവിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് അച്ചു. അവന് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ചോദിക്കാം. കടലക്കറിയും പുട്ടും കൂടിയിട്ട് കഴിക്കാൻ എങ്ങനെയുണ്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോയുമായി ഞങ്ങൾ നാളെയും വരുന്നതാണ്. അതുവരെ ബൈ.